കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ പ്രധാനാധ്യാപിക എസ് സുജയ്ക്ക് സസ്പെൻഷൻ. അപകടത്തിൽ ഉപവിദ്യാഭ്യാസ ഡയറക്ടർ, സ്കൂൾ മാനേജ്മെന്റ്, പ്രധാനാധ്യാപിക എന്നിവരുടെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തുന്നതാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അന്തിമ റിപ്പോർട്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക് കൈമാറി. സർക്കാർ മാർഗരേഖയിൽ നടപ്പാക്കുന്നതിൽ സ്കൂളിന് വീഴ്ചയുണ്ടായി എന്ന് മന്ത്രി വി ശിവൻകുട്ടി വിമർശിച്ചു. അധ്യാപകർക്കെതിരായ വിമർശനവും മന്ത്രി ആവർത്തിച്ചു. ഒരു പ്രാവശ്യം ചെന്ന് KCBയിൽ അപേക്ഷ കൊടുത്ത് പരിഹാരം കണ്ടില്ല, അല്ലെങ്കിൽ 2 പ്രാവശ്യം കണ്ടില്ല. പരിഹാരം കാണുന്നവരെ പോകണം, അത് അവരുടെ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അല്ലെങ്കിൽ അവർ തൊട്ട് മുകളിൽ ഉള്ള ഉദ്യോഗസ്ഥന്മാർ കഴിഞ്ഞ് ഏറ്റവും അവസാനം മന്ത്രി വരെയുണ്ട്, അവരെ അറിയിക്കേണ്ടതാണ്. അതല്ല ഒരു പ്രാവശ്യം ഒരു പേപ്പർ അവിടെ കൊണ്ട് എഴുതി അവിടെ ആ ഫെസിലിറ്റിക്ക് ആരെങ്കിലും കൊടുത്തിട്ട് പോന്നിട്ട് അതല്ല നമ്മൾ ഗവൺമെൻറ് പ്രതീക്ഷിക്കുന്നത്. സലീം മാലിക് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. സലീം, സർക്കാരിന് മുമ്പിലേക്ക് അന്വേഷണ റിപ്പോർട്ട് എത്തിയിട്ടുണ്ട്. അതിൽ ഈ ഗുരുതരമായ വീഴ്ചകൾ അക്കമിട്ട് നിരത്തുന്നുണ്ട്. ഈ വൈദ്യുതി ലൈൻ താഴ്ന്നായിരുന്നു കിടന്നിരുന്നത് എന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടും കാലങ്ങളായി എങ്ങനെ കിടന്നിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല. അതുപോലെ തന്നെ ഈ വൈദ്യുതി ലൈനിന് താഴെ നിയമവിരുദ്ധമായി നിർമ്മാണ പ്രവർത്തനം നടന്നു. അത് തടയുന്ന ഇടപെടൽ പ്രധാനാധ്യാപികയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. അങ്ങനെ പ്രധാനാധ്യാപികയുടെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ചകൾ എണ്ണിപ്പറയുന്നുണ്ട് അന്വേഷണ റിപ്പോർട്ട്. അതുപോലെ എങ്ങനെ ഇതിന് ഫിറ്റ്നസ് കിട്ടി എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ അന്വേഷണം നടക്കുന്നുണ്ട്. കൂടുതൽ പേരിലേക്ക് നടപടി നീങ്ങും, അങ്ങനെയല്ലേ സലീം? റിജിത്ത്, ഉറപ്പായും അതായത് ഒരു കുട്ടിയുടെ ജീവൻ പോയതിന് ശേഷമെങ്കിലും ആ അനാസ്ഥയിൽ ഇടപെടൽ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് ആശ്വാസകരമായ കാര്യം. പക്ഷേ അപ്പോഴും ഒരു കുട്ടിയുടെ ജീവൻ പോകുന്നത് വരെ കാത്തിരിക്കേണ്ടി വന്നു എന്നുള്ളൊരു സങ്കടം കൂടി നിലവിലുണ്ട്. അതിലിപ്പോൾ സർക്കാർ കാര്യമായി ഇടപെടുന്നുണ്ട്. പ്രത്യേകിച്ചും ആ സ്കൂൾ മാനേജ്മെൻറ്റിനും സ്കൂൾ അധികൃതർക്കും ഒപ്പം തന്നെ KSEBിക്കും എതിരെയാണ് ഈ കണ്ടെത്തലുകൾ അത്രയുമുള്ളത്. അതിൽ തന്നെ ഏറ്റവും അധികം ഈ തെറ്റുകൾ എണ്ണിപ്പറയുന്നത് പ്രധാനാധ്യാപികയ്ക്ക് എതിരെയാണ്. ഈ പ്രധാനാധ്യാപികയെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഈ പ്രധാനാധ്യാപികയെ സസ്പെൻഡ് ചെയ്യാനായി ചൂണ്ടിക്കാണിക്കുന്ന കാരണങ്ങൾ അത് വിദ്യാഭ്യാസ വകുപ്പിന് നേരിട്ട് നിലവിൽ മാനേജ്മെന്റ് സ്കൂളിൻ്റെതായതുകൊണ്ട് തന്നെ നടപടിയെടുക്കാൻ കഴിയാത്തത് കൊണ്ട് പ്രധാനാധ്യാപികയെ സസ്പെൻഡ് ചെയ്യണമെന്നുള്ളൊരു നിർദ്ദേശമാണ് വെച്ചിരുന്നത്. അതിന് പിന്നാലെ തന്നെയാണ് ഈ നടപടി ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഉപവിദ്യാഭ്യാസ ഡയറക്ടർക്കും ഈ വിഷയത്തിൽ വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നൊരു റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അനധികൃത നിർമ്മാണം ശ്രദ്ധയിൽപ്പെട്ടിട്ടും അത് തടയാൻ നടപടി ഉണ്ടായില്ല എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടുള്ള ഈ റിപ്പോർട്ട് ഉപവിദ്യാഭ്യാസ ഡയറക്ടറുമായിട്ടുള്ള വീഴ്ചയായി കാണിക്കപ്പെടുന്നത്. ഒപ്പം തന്നെ ആ സ്കൂളിലെ മാനേജ്മെന്റിനും മറ്റ് അധികൃതർക്കും വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നും ഈ റിപ്പോർട്ട് പറയുന്നുണ്ട്. കാരണം 2 തവണ ഇതുമായി ബന്ധപ്പെട്ട് KSEBിയിൽ പരാതി നൽകിയിരുന്നു. പക്ഷേ അതിനുശേഷവും ഇതിൽ പ്രശ്നപരിഹാരം ഉണ്ടാകാഞ്ഞിട്ടും പിന്നീട് മറ്റൊരു ഇടപെടലും നടത്തിയിട്ടില്ല. എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് പരിഹരിക്കുന്നത് വരെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് മന്ത്രിയുടെ നിലപാട്. കാരണം അത് കുട്ടികൾ പഠിക്കുന്നതാണ്, വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും അവസാനം വരെയും ഇടപെടേണ്ടത് അതിൽ സ്കൂൾ അധികൃതരാണ്. അവർ ആ വിഷയത്തിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ പറയുന്നത്. മാത്രമല്ല, വർഷങ്ങൾക്ക് മുൻപേ താഴ്ന്നു കിടന്നതാണ് ഈ വൈദ്യുതി ലൈൻ. അതിലും ഒരു ഇടപെടൽ നടത്താത്തത് KSEBിയുടെ ഗുരുതര വീഴ്ച എന്നുകൂടി വിലയിരുത്തപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വൈദ്യുതി വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള നടപടിയും അത് KSEB സെക്ഷൻ ഓഫീസിലെ ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ അധ്യാപകരെയും ബാക്കിയുള്ള അധ്യാപകർ, അതായത് സ്കൂളിലെ ബാക്കിയുള്ള അധ്യാപകർക്കെതിരെയും രൂക്ഷമായ ഭാഷയിലാണ് മന്ത്രി വിമർശനം ഉന്നയിക്കുന്നത്. കാരണം ആർക്ക് വേണമെങ്കിലും ഇടപെടാവുന്ന ഒരു വിഷയമാണ്. ആ വിഷയത്തിൽ ആത്മാർത്ഥമായ ഒരു സമീപനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പേരിന് ചില ഇടപെടലുകൾക്കപ്പുറമുള്ള ആത്മാർത്ഥമായ സമീപനം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകണം എന്നുള്ളതാണ് പറയുന്നത്. ഒപ്പം തന്നെ ഉപവിദ്യാഭ്യാസ ഡയറക്ടർക്കെതിരെയുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പരാമർശം സ്കൂളിലെ പരിശോധന, ഫിറ്റ്നസ് നൽകിയത് എന്ത് പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായി ഉപവിദ്യാഭ്യാസ ഡയറക്ടർക്കെതിരെയും നടപടി ഉണ്ടാകും. അത് എന്ത് നടപടിയാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ആലോചന നടക്കുകയാണ്. നിലവിൽ അതുമായി ബന്ധപ്പെട്ടൊരു വിശദീകരണം തേടിയിട്ടുണ്ട്. വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ ഉറപ്പായും സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കാര്യങ്ങൾ പോകും. മാത്രമല്ല, നടപടി എടുക്കാതിരിക്കാനുള്ള കാരണം കാണിച്ച് സ്കൂൾ മാനേജ്മെന്റും നോട്ടീസ് നൽകണം എന്നുള്ളതാണ് നിലവിൽ പറയുന്നത്. ഒപ്പം തന്നെ സർക്കാർ മറ്റ് ചില നടപടികൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് കൈക്കൊള്ളുന്നത് ഒരു ആശ്വാസ നടപടി എന്ന നിലയിലാണ്. മിഥുന്റെ കുടുംബത്തിന് സംരക്ഷിക്കാനുള്ള തീരുമാനമാണ്. അതിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ എന്നോണം 3 ലക്ഷം രൂപ മിഥുന്റെ കുടുംബത്തിന് നൽകും. ഒപ്പം തന്നെ മിഥുന്റെ സഹോദരന്റെ +2 വരെയുള്ള വിദ്യാഭ്യാസ ചെലവുകളും സർക്കാർ വഹിക്കും എന്നുള്ളതാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ബാലാവകാശ കമ്മീഷന്റെ അന്വേഷണം സമാന്തരമായി നടക്കുന്നുണ്ട്. ആ റിപ്പോർട്ടിന് ശേഷം കൂടുതൽ നടപടികളും പോലീസ് കേസും ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പിറകെ വരികയും ചെയ്യും. റിജിത്ത്.